ഉൽപ്പത്തി പുസ്തകം 35-36 അധ്യായങ്ങൾ. വീണ്ടും ബേഥേലിൽ. ദൈവം യാക്കോബിനോട് അരുളിച്ചെയ്തു, ബേഥേലിലേക്ക് പോയി അവിടെ പാർക്ക്. നിന്റെ സഹോദരൻ ഏസാവിൽ നിന്ന് നീ ഓടി രക്ഷപ്പെട്ടപ്പോൾ നിനക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം പണിയുക. അതുകൊണ്ട് യാക്കോബ് തന്റെ കുടുംബാംഗങ്ങളോടും കൂടെയുണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക, എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക, നമുക്ക് ബേഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണിയും. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദേവ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു. അവൻ ഷെക്കേമിനടുത്തുള്ള ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ അവ കുഴിച്ചു മൂടി. അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതി ഉണ്ടായി. അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിൻ്റെ മക്കളെ പീഡിപ്പിച്ചില്ല. യാക്കോബും കൂടെ ഉണ്ടായിരുന്നവൻ കാനാൻ ദേശത്ത് ബേഥേൽ, അതായത് ലൂസ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ അവൻ ഒരു ബലിപീഠം പണിയുകയും ആ സ്ഥലത്തിന് എൽ ബേഥേൽ എന്ന് പേരിടുകയും ചെയ്തു. കാരണം സ്വന്തം സഹോദരൻ ഒളിച്ചോടിയപ്പോൾ അവിടെ വെച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത്. റബേക്കയുടെ പരിചാരിക ദെബോറ മരണമടഞ്ഞു. ബേഥേലിന്റെ താഴ്വരയിൽ ഒരു ഓക്കുമരത്തിന്റെ കീഴെ അവളെ അടക്കി. അതിന് അലോൺ ബാക്കോത്ത് എന്ന് പേരുണ്ടായി. പാദാൻ ആരാമിൽ നിന്ന് പോന്നപ്പോൾ ദൈവം യാക്കോബിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട് അരുളിച്ചെയ്തു, യാക്കോബ് എന്നാണ് നിന്റെ പേര്. എന്നാൽ ഇനിമേൽ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക. അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. ദൈവം അവനോട് വീണ്ടും അരുളിച്ചെയ്തു, ഞാൻ സർവശക്തനായ ദൈവമാണ്. നീ സന്താനപുഷ്ണന്റെ പെരുക. ജനതയും ജനതര ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരിൽ നിന്ന് ജന്മമെടുക്കും. അബ്രഹാത്തിനും ഇസ്ഹാക്കിനും ഞാൻ നൽകിയ നാട് നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും ഞാൻ നൽകും. അനന്തരം ദൈവം അവനെ വിട്ടുപോയി. അവിടുന്ന് തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബ് കല്ലുകൊണ്ട് ഒരു സ്തംഭം ഉയർത്തി അതിന്മേൽ ഒരു പാനീയ ബലിയർപ്പിച്ച് എണ്ണ പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബേഥേൽ എന്ന് പേരിട്ടു. ബേഥേൽ എന്നവർ യാത്ര തുടർന്നു. എഫ്രാത്തായിൽ എത്തുന്നതിന് മുൻപ് കുറച്ചു മുൻപ് റാഹേലിന് പ്രസവവേദന തുടങ്ങി. പ്രസവക്ലേശം കഠിനമായപ്പോൾ സൂതികർമ്മി അവളോട് പറഞ്ഞു, പേടിക്കേണ്ട, നിനക്ക് ഇപ്രാവശ്യം ഒരു പുത്രൻ ലഭിക്കും. എന്നാൽ അവൾ മരിക്കുകയായിരുന്നു. ജീവൻ വേർപെടുന്ന സമയത്ത് അവനെ ബനോനി എന്ന് പേർ വിളിച്ചു. പക്ഷെ അവന്റെ പിതാവിന് ബെഞ്ചമിൻ എന്നാണ് പേരിട്ടത്. റാഹേൽ മരിച്ചു. ബേത്ലഹേം എന്നറിയപ്പെടുന്ന എഫ്രായത്തിലേക്കുള്ള വഴിയിൽ അവളെ അടക്കി. അവളുടെ കല്ലറയിൽ യാക്കോബ് ഒരു സ്തംഭം നാട്ടി. ഇന്നും അത് റാഹേലിന്റെ കല്ലറയിലെ സ്മാരക സ്തംഭമായി നിൽക്കുന്നു. ഇസ്രായേൽ യാത്ര തുടർന്ന് ഏദർ ഗോപുരത്തിനപ്പുറം കൂടാരമടിച്ചു. ഇസ്രായേൽ ആ നാട്ടിൽ പാർത്തിരുന്നപ്പോൾ റൂബൻ തന്റെ പിതാവിന്റെ ഉപനാരിയായ ബിൽഹായ് മുത്തശ്ശയിച്ചു. ഇസ്രായേൽ അത് അറിയാനിടയായി. യാക്കോബിന് 12 പുത്രന്മാരുണ്ടായിരുന്നു. ലേയായുടെ പുത്രന്മാർ യാക്കോബിന്റെ കടിഞ്ഞിൽ പുത്രനായ റൂബൻ, ഷിമിയോൻ, ലേവി, യൂദ, ഇസാക്കാർ, സെബുലൂൺ. റാഹേലിന്റെ പുത്രന്മാർ ജോസഫ്, ബെഞ്ചമിൻ. റാഹേലിന്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ, നഫ്താലി. ലേയായുടെ പരിചാരികയായ സിൽഹായുടെ പുത്രന്മാർ ഗാദ്, ആഷർ. യാക്കോബിന് പാദാൻ ആരാമിൽ വെച്ച് ജനിച്ച മക്കളാണിവർ. യാക്കോബ് ഹെബ്രോൻ എന്നറിയപ്പെടുന്ന കിര്യത്ത് അർബായിലെ മാമ്രയിൽ തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ അടുത്തേക്ക് പോയി. അബ്രഹാമും ഇസ്ഹാക്കും പാർത്തിരുന്നവിടെയാണ്. ഇസ്ഹാക്കിന്റെ ആയുഷ്കാലം 102 വർഷമായിരുന്നു. ഇസ്ഹാക്ക് അന്ത്യശ്വാസം വലിച്ചു. വൃദ്ധനായവൻ തന്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ച സ്വന്തം ജനത്തോട് ചേർന്നു. മക്കളായ ഏസാവും യാക്കോബും അവനെ സംസ്കരിച്ചു. ഏദോം എന്നുകൂടി പേരുള്ള ഏസാവിന്റെ സന്താന പരമ്പര ഇതാണ്. കാനാനി സ്ത്രീകളായിരുന്ന ഏസാവിന്റെ ഭാര്യമാർ. ഹിത്യനായ ഏലോന്റെ മകളാണ് ആദ. ഹിവനായ സിബിയോന്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോലിബാമ. ഇസ്മായിലിന്റെ മകളെ നബായോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത്ത്. ഏസാവിന് ആദായിൽ ഏലിഫാസും ബസ്മത്തിൽ റൌവിലും ജനിച്ചു. ഒഹോലിബാമയിൽ നിന്ന് അവന് യാവുഷും യാലാമും കോർഹും ജനിച്ചു. കാനാൻ ദേശത്ത് വെച്ച് ഏസാവിനുണ്ടായ മക്കളാണിവർ. ഏസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരും ഒത്ത് തന്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായും സഹോദരനായ യാക്കോബിനെ വിട്ട് അകലുള്ള ഒരു ദേശത്തേക്ക് പോയി. കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു. അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കാനാവാത്തവണ്ണം അത്ര അധികമായിരുന്നു ആടുമാടുകൾ. അതുകൊണ്ട് ഏസാവ് സെയ്ർ എന്ന മലനാട്ടിൽ പാർത്തു. ഏസാവും ഏദോമും ഒരാൾ തന്നെ. സെയ്ർ മലയിലെ ഏദോമ്യരുടെ പിതാവായ ഏസാവിന്റെ സന്തതി പരമ്പര. ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ ഏലിഫാസ്, ഭാര്യയായ ബസ്മത്തിലുണ്ടായ മകൻ റാവുവേൽ. ഏലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമർ, സെഹോഗത്ത്, ഖെനാസ്. ഏസാവിന്റെ മകൻ ഏലിഫാസിന് തിമ്ന എന്നൊരു ഉപനാരിയിലുണ്ടായിരുന്നു. ഏലിഫാസിന് അവളിൽ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണിവർ. റാവുവേലിന്റെ പുത്രന്മാരാണ് നഹത്ത്, സേറ, ഷമ്മ, മിസാം എന്നിവർ. ഏസാവിന് ഭാര്യ ബസ്മത്തിലുണ്ടായ സന്തതികളാണിവർ. സിബിയോന്റെ പുത്രി ആനായുടെ മകൾ ഒഹോലിബാമിൽ. ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യാവുഷും യാലാമും കോർഹും. ഏസാവിന്റെ മക്കളിൽ പ്രധാനർ ഇവരായിരുന്നു. ഏസാവിന്റെ കടിഞ്ഞിൽ പുത്രനായ ഏലിഫാസിന്റെ മക്കൾ തേമാൻ, ഓമർ, സേഹോ, കേനസ്, കോറഹ്, ഗത്താം, അമലോക്ക് എന്നിവർ. ഏതോ നാട്ടിൽ ഏലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ്. ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ്. ഏസാവിന്റെ മകനായ റാവുവിലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്ത്, സേറ, ഷമ്മ, മിസ്സ. ഏതോ നാട്ടിൽ റൌവിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ. ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ സന്തതികളാണ്.
ഏസാവിന്റെ ഭാര്യ ഒഹോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ ആവുഷ്, യാലാം, കോറഹ്. ഇവർ ഏസാവിന്റെ ഭാര്യയും ആനയുടെ മകളും ഒഹോലിബാമിൽ നല്ല നായകന്മാരാണ്. ഇവർ ഏസാവിന്റെ സന്തതികളും ഏദോമിലെ പ്രമുഖന്മാരുമാണ്. അന്നാട്ടിൽ പാർത്തിരുന്നവർ സെയീർ എന്ന ഹേറിന്റെ പുത്രന്മാരുമാണ് ലോത്താൻ, ഷോബാൽ, സിബയോൻ, ആന, ദീശോൻ, ഏസർ, ദീഷാൻ. ഇവർ ഏദോം നാട്ടിലെ സെയീറിന്റെ പുത്രന്മാരും ഹോരിയായിലെ പ്രമാണികളുമാണ്. ലോത്താന്റെ പുത്രന്മാർ ഹോറി, ഹേമ. ലോത്താന്റെ സഹോദരിയായിരുന്നു തിമ്ന. ഷോബാലിന്റെ പുത്രന്മാർ അൽവാൻ, മറഹത്ത്, ഏബാൽ, ഷേഫോ, ഓന. സിബിയോന്റെ പുത്രന്മാർ അയ്യ, ആന. തന്റെ പിതാവായ സിമിയോന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവുകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ്. ദീഷൻ ആനയുടെ പുത്രനും ഒഹോലിബാമ പുത്രിയുമായിരുന്നു. ഹെംദാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ എന്നിവരായിരുന്നു ദീഷാന്റെ പുത്രന്മാർ. ഏസറിന്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും അക്കാനും. ദീഷാന്റെ പുത്രന്മാരായിരുന്നു ഊസും ആരാനും. ഹേരിയിലെ പ്രമുഖരായിരുന്നു ലോത്താൻ, ഷോബാൻ, സിബയോൻ, ആന എന്നിവർ. ദീഷോൻ, ഏസർ, ദീഷാൻ എന്നിവർ സെയീർ നാട്ടിൽ ഹേരിലെ പ്രമുഖരായിരുന്നു. ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഏദോം നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു. ബേയോറിന്റെ മകനായ ബേല ഏദോമിൽ ഭരിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേർ ദിൻഹാബ എന്നായിരുന്നു. ബേല മരിച്ചപ്പോൾ ബസ്രായിലെ സേറഹിന്റെ മകനായ യോബാബ് രാജാവായി. യോബാബ് മരിച്ചപ്പോൾ തേമനെ ഹൂഷാം രാജാവായി. ഹൂഷാം മരിച്ചപ്പോൾ ബദാമിന്റെ പുത്രനായ ഹദ്ദാദ് രാജാവായി. അവൻ മോവാബ് ദേശത്ത് വെച്ച് മിദ്യാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേർ അവിത്ത് എന്നായിരുന്നു. ഹദാദ് മരിച്ചപ്പോൾ മസ്രേക്കയിലെ സമ്പല രാജാവായി. സമ്പല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹോബോത്തിലെ സാവുൾ രാജാവായി. സാവുൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകനായ ബൽഹാന രാജാവായി. അക്ബോറിന്റെ മകനായ ബൽഹാന മരിച്ചപ്പോൾ ഹാദറാണ് തൽസ്ഥാനത്തിന് ഭരിച്ചത്. അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു. മൊസഹാബിന്റെ പൗത്രിയും മത്രേദിന്റെ പുത്രിയുമായ മെഹത്തബേലായിരുന്നു അവന്റെ ഭാര്യ. കുടുംബവും വാസ്തലവും പേരുമനുസരിച്ച് ഏസാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖർ തിമ്ന, അൽവ, യത്തത്ത്, ഓഹോലിബാമ, ഏല, പീനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദ്യോൽ, ഈറാം എന്നിവരായിരുന്നു. തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസ സ്ഥലമനുസരിച്ച് ഏദോംകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു. ഏസാവാണ് ഏദോംകാരുടെ പിതാവ്. ജോബിന്റെ പുസ്തകം 25-26 അധ്യായങ്ങൾ. ബിൽദാദ് മൂന്നാമതും സംസാരിക്കുന്നു. ഷുഹ്യനായ ബിൽദാദ് പറഞ്ഞു, ആധിപത്യം ദൈവത്തോടു കൂടിയാണ്. എല്ലാവരും അവിടുത്തെ ഭയപ്പെടുന്നു. അവിടുന്ന് ഉന്നത സ്വർഗത്തിൽ സമാധാനം സ്ഥാപിക്കും. അവിടുത്തെ സൈന്യത്തിന് കണക്കുണ്ടോ? അവിടുത്തെ പ്രകാശം ആരുടെ മേലാണ് ഉദിക്കാതിരിക്കുക? അപ്പോൾ മനുഷ്യനെങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനാകാൻ കഴിയും? സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഇതാ അവിടുത്തെ ദൃഷ്ടിയിൽ ചന്ദ്രന് പ്രകാശമില്ല, നക്ഷത്രങ്ങളും നിർമ്മലമല്ല. അപ്പോൾ കൃമിയായ മനുഷ്യൻ്റെ പുഴുവായ മനുഷ്യപുത്രൻ്റെ സ്ഥിതി എന്ത്? ജോബിൻ്റെ മറുപടി. ജോബ് പറഞ്ഞ്, ശക്തിയേറ്റവനെ നീ എത്രമാത്രം സഹായിച്ചു? ബലഹീനമായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു? ബുദ്ധിഹീനനെ നീ എപ്രകാരം ഉപദേശിക്കുകയും എത്ര ഉദാരമായ യഥാർത്ഥ വിജ്ഞാനം പകർന്നു കൊടുക്കുകയും ചെയ്തു? ആരുടെ സഹായത്തോടെയാണ് നീ വാക്കുകൾ ഉച്ചരിച്ചത്? ആരുടെ ചൈതന്യമാണ് നിന്നിൽ നിന്ന് പുറപ്പെട്ടത്? അതോ ലോകത്തിലെ നിഴലുകൾ വിറകൊള്ളുന്നു, ജലവും അതിലെ ജീവികളും പ്രകമ്പനം കൊള്ളുന്നു. പാതാളം ദൈവത്തിന് മുമ്പിൽ അനാവൃതമായിരിക്കുന്നു. നരകത്തെ ഒന്നും മറച്ചിട്ടില്ല. ശൂന്യതയുടെ മേൽ അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു. ഭൂമിയുടെ ശൂന്യതയുടെ മേൽ തൂക്കിയിട്ടിരിക്കുന്നു. ജലത്തെ അവിടുന്ന് എൻ്റെ കനത്ത മേഘങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാരത്താൽ മേഘം കീറിപ്പോകുന്നില്ല. ചന്ദ്രൻ്റെ മുഖം അവിടുന്ന് മറയ്ക്കുന്നു. തൻ്റെ മേഘത്തെ അതിൽ വിരിച്ചിടുന്നു. പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അതിർത്തിൽ ജലോപരിതലത്തിൽ അവിടുന്ന് ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ആകാശത്തിൻ്റെ തൂണുകൾ കുലുങ്ങുന്നു. അവിടുത്തെ ശാസ്ത്രജ്ഞാൽ അവ ഭ്രമിച്ചു പോകുന്നു. അവിടുന്ന് എൻ്റെ ശക്തിയാൽ സമുദ്രത്തെ നിശ്ചലമാക്കി. തൻ്റെ ജ്ഞാനത്താൽ റാഹോബിനെ തകർത്തു കളഞ്ഞു. അവിടുന്ന് തൻ്റെ ശ്വാസത്താൽ ആകാശത്തെ പ്രശോഭിപ്പിച്ചു. പായുന്ന സർപ്പത്തെ അവിടുത്തെ കരം പിളർന്നു. ഇതെല്ലാം അവിടുത്തെ നിസ്സാര പ്രവർത്തനങ്ങളാണ്. അവിടുത്തെപ്പറ്റി എത്ര നേരിയ ഒരു സ്വരം മാത്രമാണ് നാം കേട്ടിട്ടുള്ളത്. അവിടുത്തെ ശക്തിയുടെ ഇടമുഴുക്കം ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു, വിജ്ഞാനത്താൽ ആകാശത്തെ ഉറപ്പിച്ചു. അവിടുത്തെ വിജ്ഞാനത്താൽ സമുദ്രങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, മേഘങ്ങൾ മഞ്ഞു പൊഴിക്കുന്നു. മകനെ, അന്യോന്യമായ ജ്ഞാനവും വിവേചനാശക്തിയും പുലർത്തുക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവൻ നിന്റെ ആത്മാവിന് ജീവനും കണ്ടത്തിന് ആഭരണവുമായിരിക്കും. അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും. നിന്റെ കാലിടറുകയില്ല. നീ നിർഭയനായിരിക്കും. നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അവർ രത്നങ്ങളെക്കാൾ അമൂല്യമാണ്. നിങ്ങൾ കാക്ഷിക്കുന്നതൊന്നും അവൾക്ക് തുല്യമല്ല. അവളുടെ വലത്തുകയിൽ ദീർഘായുസ്സും ഇടതുകയിൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു. അവളുടെ മാർഗങ്ങൾ പ്രസന്നവും സമാധാനപൂർണവുമാണ്. അവളെ കൈവശപ്പെടുത്തുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാണ്. അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടുന്നു.
കർത്താവ് ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു, വിജ്ഞാനത്താൽ ആകാശത്തെ ഉറപ്പിച്ചു. അവിടുത്തെ വിജ്ഞാനത്താൽ സമുദ്രങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, മേഘങ്ങൾ മഞ്ഞു പൊഴിക്കുന്നു. മകനെ, അന്യൂനമായ ജ്ഞാനവും വിവേചനശക്തിയും പുലർത്തുക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവൻ നിന്റെ ആത്മാവിന് ജീവനും കണ്ടത്തിന് ആഭരണവുമായിരിക്കും. അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും.